പ്രിയ വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ ഐറ്ററേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ വീഡിയോയിൽ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ചില പ്രോഗ്രാമുകളിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ആവർത്തിച്ചുള്ള എക്സിക്യൂഷനെ ഒരു പ്രോഗ്രാമിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. C++ൽ 3 രീതിയിലാണ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉള്ളത്. ഒന്നാമത്തെ ഫോർ ലൂപ്പ്, രണ്ടാമത്തെ വൈൽ ലൂപ്പ്, മൂന്നാമത്തെ ഡു വൈൽ ലൂപ്പ്. എത്ര തവണയാണ് റിപ്പീറ്റേഷൻ നടത്തേണ്ടത് അല്ലെങ്കിൽ എത്ര തവണയാണ് ലൂപ്പിംഗ് നടത്തേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേരിയബിളിനെ കൗണ്ടറായിട്ട് സെറ്റ് ചെയ്യും. ഒരു വേരിയബിളിനെ ജസ്റ്റ് ഒരു കൗണ്ടറായിട്ട് സെറ്റ് ചെയ്യും. ഈ വേരിയബിളിനെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ് പറയുക. നമ്മുടെ എക്സിക്യൂഷൻ, നമ്മുടെ റിപ്പീറ്റേഷൻ തുടരണോ വേണ്ടയോ അല്ലെങ്കിൽ എത്ര തവണ റിപ്പീറ്റഡായി എക്സിക്യൂട്ട് ചെയ്യണം എന്ന കാര്യമൊക്കെ തീരുമാനിക്കുന്നത് ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. ഒരു ലൂപ്പിൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്നത് ഈ വേരിയബിളാണ്. ഒരു ലൂപ്പിന് 4 എലമെൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ, മൂന്നാമത്തെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നാലാമത്തെ എലമെൻറ്റ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഒന്നാമത്തെ എലമെൻറ്റാണ് ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഈ സമയത്താണ് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് അതിൻ്റെ ആദ്യത്തെ വാല്യൂ കിട്ടുന്നത്. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഒരു പ്രോഗ്രാമിൻ്റെ ആ ലൂപ്പിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ എലമെൻറ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇതൊരു റിലേഷണലോ അല്ലെങ്കിൽ ലോജിക്കലോ ആയ എക്സ്പ്രഷൻ ആവാം. നമ്മുടെ ലൂപ്പ് ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ടെസ്റ്റ് എക്സ്പ്രഷനാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അഥവാ ടെസ്റ്റ് എക്സ്പ്രഷൻ തെറ്റാണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. അടുത്ത എലമെൻ്റാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓരോ റിപ്പീറ്റേഷൻ നടക്കുമ്പോഴും ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ മാറ്റാനാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവസാനത്തെ എലമെൻറ്റ് ബോഡി ഓഫ് ദി ലൂപ്പ്. റിപ്പീറ്റഡായി എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് ബോഡി ഓഫ് ദി ലൂപ്പിൽ ഉണ്ടാവുക. ബോഡി ഓഫ് ദി ലൂപ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകളോ ആവാം. C++ൽ പൊതുവായിട്ട് 2 രീതിയിലുള്ള ലൂപ്പുകളാണുള്ളത്. ഒന്നാമത് എൻട്രി കൺട്രോൾഡ് ലൂപ്പും രണ്ടാമത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. അത് രണ്ടും പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞു C++ൽ 3 രീതിയിലുള്ള ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. വൈൽ, ഫോർ, ഡു വൈൽ. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും പഠിക്കാം. ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്, എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട് വൈൽ ലൂപ്പ് പഠിക്കാൻ പോവാണ്. വൈലിൻ്റെ സിൻറ്റാക്സ് എടുക്കുക. ഇനീഷ്യലൈസേഷൻ, വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. വൈലിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചു ഒരു ലൂപ്പിന് 4 ഘടകങ്ങളുണ്ട്, 4 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ആദ്യമായിട്ട് ഇനീഷ്യലൈസേഷൻ ചെയ്യും. ദെൻ വൈൽ എന്ന കീവേഡിൻ്റെ കൂടെ നമ്മൾ കണ്ടീഷൻ എന്താണോ അത് കൊടുക്കുന്നു. ആ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് ദി ലൂപ്പിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. നമ്മൾ ഇനീഷ്യലൈസേഷൻ്റെ ടൈമിൽ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേഷൻ കഴിഞ്ഞ ഉടനെ വീണ്ടും വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് കൺട്രോൾ പോവുക. നമ്മൾ പഠിച്ചു ഇനീഷ്യലൈസേഷൻ ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേഷൻ കഴിഞ്ഞാൽ വീണ്ടും വൈൽ എന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോവുക. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ്, വീണ്ടും അപ്ഡേഷൻ. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അപ്പോൾ ലൂപ്പിൻ്റെ പുറത്തോട്ട് വരും. ഒരു എക്സാമ്പിൾ നോക്കാം. n = 1, വൈൽ n < 5, cout n കൂടെ തന്നെ ഒരു സ്പേസും n++. ഇവിടെ ഇനീഷ്യലൈസേഷൻ എന്താണ്? n = 1 എന്നുള്ളതാണ്. വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ വൈൽ n < 5, n < 5 എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ. ബോഡി ഓഫ് ദ ലൂപ്പും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? cout n-ഉം സ്പേസും. അതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ് n++. ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ n = 1 എന്നാണ്.
n is equal 1 ആകുമ്പോൾ നമ്മളെ കണ്ടീഷൻ വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അതായത് എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 1 5-നേക്കാളും ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നുള്ളതാണ്. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് n എന്താണ്? എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. 1 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഒപ്പം എന്ത് വേണം? ഒരു സ്പേസും പ്രിൻറ്റ് ചെയ്യണം. ഒരു സ്പേസും പ്രിൻറ്റ് ചെയ്തു. ശേഷം എന്ത് ചെയ്തു? അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നടന്നു. n++ ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. എന്നിൻ്റെ വാല്യൂ ++, അഥവാ 1 ഇൻക്രിമെൻ്റ് ആയിട്ട് ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആയി. അപ്ഡേഷൻ കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് പോകുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ വീണ്ടും ഇവിടുന്ന് നമ്മൾ കണ്ടീഷനിലേക്ക് വന്നു. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ്. അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. വീണ്ടും കണ്ടീഷൻ ട്രൂ ആണ്. സി ഔട്ട് n സ്പേസ് സി ഔട്ട് n, അഥവാ എൻ്റെ വാല്യൂ 2 ആയിരുന്നു. സ്പേസും പ്രിൻ്റ് ചെയ്തു. വീണ്ടും n++. n++ ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആയി. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? സി ഔട്ട് n സ്പേസ് പ്രിൻ്റ് ചെയ്തു. n++ ആയി. എന്നിൻ്റെ വാല്യൂ 4 ആയി. 4 ആകുമ്പോൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 4 5-നേക്കാളും ചെറുതാണ്. അപ്പോൾ വീണ്ടും സി ഔട്ട് n പ്രിൻ്റ് ചെയ്തു. ഒരു സ്പേസ് പ്രിൻ്റ് ചെയ്തു. വീണ്ടും n++ ആയി. അപ്പോൾ എന്തായി? 5 ആയി. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 5 ആണ്. കണ്ടീഷൻ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5 5-നേക്കാളും ചെറുതാണോ ഈക്വൽ ആണോ? 5 5-നേക്കാളും ചെറുതല്ല, പക്ഷെ 5 5-നേക്കാളും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ സി ഔട്ട് n സ്പേസ് 5 പ്രിൻ്റ് ചെയ്തു. ഒരു സ്പേസും പ്രിൻ്റ് ചെയ്തു. വീണ്ടും n++ ആയി. n++ ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 6 ആയിട്ട് മാറി. ഇപ്പോൾ കണ്ടീഷൻ വൈൽ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 6 എന്നത് 5-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ് എന്നാണ്. കണ്ടീഷൻ ഫാൾസ് ആയി. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ലൂപ്പിൻ്റെ പുറത്തോട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 2 3 4 5 എന്നതായിരിക്കും. അടുത്ത ലൂപ്പാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പിനെ പോലെ തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കാം. ഫോർ എന്ന കീവേഡ് യൂസ് ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇനീഷ്യലൈസേഷൻ സെമികോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമികോളൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് ബോഡി ഓഫ് ദ ലൂപ്പ് കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് അതിന് സിൻടാക്സ് വരുന്നത്. ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യും. അതായത് ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പ് കഴിഞ്ഞാൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് ആ സമയത്ത് ലൂപ്പിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് വരും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നേരത്തെ വൈലിൽ ചെയ്തിട്ടുള്ള സെയിം എക്സാമ്പിൾ നമ്മൾ ഫോർ ലൂപ്പിൻ്റെ കേസിലേക്ക് മാറ്റിയാണ്. ഫോർ n is equal to 1, n less than or equal to 5, n++, see out n, then space. ഇനീഷ്യലൈസേഷൻ ആദ്യമായിട്ട് ഒരു വേരിയബിൾ എടുത്തിട്ട് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ n ആയിട്ട് എടുത്തു. n is equal to 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ആദ്യത്തെ വാല്യൂ കൊടുത്തു 1. കണ്ടീഷൻ n less than or equal to 5. കണ്ടീഷൻ n less than or equal to 5 എന്നാൽ n-ൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് സി ഔട്ട് n എന്ന് പ്രിൻ്റ് ചെയ്യും. 1 എന്ന് പ്രിൻ്റ് ചെയ്യും. കൂടെ ഒരു സ്പേസും പ്രിൻ്റ് ചെയ്യും. പിന്നെന്ത് ചെയ്യും? ബോഡി ഓഫ് ദ ലൂപ്പ് കഴിഞ്ഞാൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. n++ ആയി. എന്നിൻ്റെ വാല്യൂ 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. വീണ്ടും കണ്ടീഷൻ ട്രൂ ആണ്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്താണ്? സി ഔട്ട് n എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്. സ്പേസ് പ്രിൻ്റ് ചെയ്തു. n++ ആയി. എന്നിൻ്റെ വാല്യൂ 3 ആയി. കണ്ടീഷൻ ട്രൂ ആണ്. 3 പ്രിൻ്റ് ചെയ്യും. 4 പ്രിൻ്റ് ചെയ്യും. 5 പ്രിൻ്റ് ചെയ്യും. നേരത്തെ അതേപോലെ തന്നെ 5 പ്രിൻ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മേലേക്ക് വന്നു n++ എന്നാകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 6 ആയിട്ട് മാറി. കണ്ടീഷൻ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ എന്താണ്? ഫാൾസ് ആണ്. 6 5-നേക്കാളും ചെറുതല്ല. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആണ്. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ലൂപ്പിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് വന്നു. ഇനി സിൻടാക്സും നമ്മൾ എക്സാമ്പിളും നോക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതുന്നതിന് വേണ്ടി നമ്മൾ കേളി ബ്രേസസ് യൂസ് ചെയ്തിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ബോഡി ഓഫ് ദ ലൂപ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ കേളി ബ്രേസസിൻ്റെ ആവശ്യം നമുക്ക് വരണില്ല. ഇനി കേളി ബ്രേസസ് ഇട്ടാലും തെറ്റൊന്നുമില്ല.
അടുത്ത ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. നമ്മൾ നേരത്തെ പഠിച്ച വൈൽ ലൂപ്പിൽ നിന്നും ഫോർ ലൂപ്പിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. ഡു വൈലിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യും. ഇനീഷ്യലൈസേഷൻ ചെയ്ത ഉടനെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് നോക്കാം. ആദ്യം ഇനീഷ്യലൈസേഷൻ ഡു എന്ന കീവേഡ് യൂസ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അഥവാ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ബോഡി ഓഫ് ദ ലൂപ്പ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി സെക്ഷൻ ക്ലോസ് ചെയ്തിട്ട് വൈൽ കണ്ടീഷൻ. ഇനീഷ്യലൈസേഷൻ ചെയ്ത ഉടനെ മറ്റു രണ്ട് ലൂപ്പുകൾ എന്തായിരുന്നു? കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളായിരുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളായിരുന്നു. എന്നാൽ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ, ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ കൂടി ബോഡി ഓഫ് ദ ലൂപ്പ് ഒരു തവണ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് രണ്ട് എക്സാമ്പിളിലായിട്ട് ആ ഒരു കാര്യം പഠിക്കാം. അത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത എക്സാമ്പിൾ തന്നെയാണ്. n is equal to 1 do c out n space n plus plus while n less than or equal to 5. ഇനീഷ്യലൈസേഷൻ ചെയ്തു, എന്നിൻ്റെ വാല്യൂ 1 ആക്കിയിട്ട് വെച്ചു. സി ഔട്ട് n എന്ത് പ്രിൻ്റ് ചെയ്യാണ്? എന്നിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. സി ഔട്ട് 1 എന്ന് പ്രിൻ്റ് ചെയ്തു, സ്പേസും പ്രിൻ്റ് ചെയ്തു. n പ്ലസ് പ്ലസ് ആയി, എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആയി. 2 ആയതിനു ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്തു, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 2 5-നേക്കാളും ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ വീണ്ടും നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പിലെത്തി സി ഔട്ട് n പ്രിൻ്റ് ചെയ്തു. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 2 എന്ന് പ്രിൻ്റ് ചെയ്തു. n പ്ലസ് പ്ലസ് ആയി, അഥവാ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 3 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. 3 പ്രിൻ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ 4 പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 5 പ്രിൻ്റ് ചെയ്യും. ദെൻ 5 പ്രിൻ്റ് ചെയ്തിട്ട് n പ്ലസ് പ്ലസ് എന്തായിരിക്കും? എന്നിൻ്റെ വാല്യൂ 6 ആയിട്ട് മാറും. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളത് 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആവും. ആ സമയത്ത് ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരും. ഈ ഒരു എക്സാമ്പിളിൽ പ്രത്യേകിച്ച് മാറ്റം നമ്മൾ കാണുന്നില്ല. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇനീഷ്യലൈസേഷൻ്റെ സമയത്ത് n is equal to 6 എന്ന് കൊടുക്കുകയാണ്. n is equal to 1 എന്നുള്ളതിന് പകരം n is equal to 6 എന്ന് കൊടുത്തു. ഈ സമയത്ത് വൈൽ ലൂപ്പിൽ എന്താ വ്യത്യാസം വരാമെന്ന് ആദ്യം നോക്കാം. n is equal to 6 എന്ന് കൊടുക്കുമ്പോൾ വൈൽ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് കണ്ടീഷൻ വരിക. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കണ്ടീഷൻ ഫാൾസ് ആയി. അപ്പോൾ എന്ത്, നമുക്ക് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. ഇനി സെയിം എക്സാമ്പിൾ ഫോർ ലൂപ്പിൽ കൊടുക്കുമ്പോഴും n is equal to 6 ആണ്. ഇനീഷ്യലൈസേഷൻ്റെ സമയത്ത് എന്നിൻ്റെ വാല്യൂ 6 ആണ്. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇവിടെയും കണ്ടീഷൻ ഫാൾസ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. അതേ എക്സാമ്പിൾ ഡു വൈലിൻ്റെ കേസിൽ വരുമ്പോൾ ഡു വൈലിൻ്റെ കേസിൽ n is equal to 6 do c out n. c out n എന്ന് പറഞ്ഞാൽ എന്ത് പ്രിൻ്റ് ചെയ്യും? 6 എന്ന് പ്രിൻ്റ് ചെയ്യും. ദെൻ n പ്ലസ് പ്ലസ് ആയി, എന്നിൻ്റെ വാല്യൂ 7 ആയി. ദെൻ കണ്ടീഷൻ 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ഫാൾസ് ആയി. ലൂപ്പിൽ നിന്ന് പുറത്തിട്ട് വന്നു. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ കൂടി ഒരു തവണ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പും ഫോർ ലൂപ്പും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ മിനിമം ഒരു തവണയെങ്കിലും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പുകളാണ്. ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പുമാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നെസ്റ്റഡ് ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് ഉൾക്കൊള്ളുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുക. ഒരു ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിക്കുള്ളിൽ പുതിയ ഒരു ലൂപ്പ് നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ്. പുറമേയുള്ള ലൂപ്പിനെ ഔട്ടർ ലൂപ്പ് എന്നും ഉള്ളിലുള്ള ലൂപ്പിനെ ഇന്നർ ലൂപ്പ് എന്നും പറയും. രണ്ട് ലൂപ്പിൻ്റെയും ലൂപ്പ് കൺട്രോൾ വേരിയബിളുകൾ വ്യത്യസ്തമായിരിക്കും. ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ രണ്ട് ലൂപ്പുകളുണ്ട്. ഒന്നാമത്തെ ലൂപ്പ് ഫോർ i = 1 സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ലൂപ്പ് ഫോർ j = 1 സ്റ്റാർട്ട് ചെയ്യുന്നു. i ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ടുള്ള ലൂപ്പാണ് ഔട്ടർ ലൂപ്പ്.
ജെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ടുള്ള ലൂപ്പാണ് ഇന്നർ ലൂപ്പ്. ഔട്ടർ ലൂപ്പിൻ്റെ ബോഡിക്കകത്താണ് ഇന്നർ ലൂപ്പ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ട്രൂ ആകുന്ന ഓരോ ഫേസിലും ഇന്നർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് ആ സമയത്ത് ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവും. ഈ ഒരു പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് പ്ലസ് ഐ. അതിൻ്റെ ബോഡിക്കകത്ത് ഫോർ ജെ ഈസ് ഈക്വൽ ടു 1 ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പ്ലസ് പ്ലസ് ജെ. ഇന്നർ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദ ലൂപ്പാണ് സി ഔട്ട് സ്ലാഷ് എൻ ഐ ആൻഡ് ജെ എന്നുള്ളത്. ഔട്ടർ ലൂപ്പിൻ്റെ ബോഡിയാണ് ഈ ഫോർ ലൂപ്പും അതേപോലെ തന്നെ ബാക്കി ഭാഗങ്ങളും. ആദ്യത്തെ കേസ് ഫോർ ഐ ഈസ് ഈക്വൽ ടു 1. ഐ ഈസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ഐൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണ്. എന്ത് ചെയ്യും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ജെ ഈസ് ഈക്വൽ ടു 1 ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പ്ലസ് പ്ലസ് ജെ. ജെൻ്റെ വാല്യൂ ഒന്നാക്കി 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അവിടെയും കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ ഔട്ടർ ലൂപ്പിൻ്റെയും ഇന്നർ ലൂപ്പിൻ്റെയും കണ്ടീഷൻ ട്രൂ ആണ്. ആ കേസിൽ സി ഔട്ട് സ്ലാഷ് എൻ എന്ന് പറഞ്ഞാൽ പുതിയ ലൈനിലോട്ട് വരും. നമ്മളെ കഴ്സർ പുതിയ ലൈനിലോട്ട് വന്നു. ദെൻ ഐ പ്രിൻറ്റ് ചെയ്തു. ഐൻ്റെ വാല്യൂ എത്രയേ? ഐൻ്റെ വാല്യൂ 1 എന്നുള്ളതാണ്. 1 പ്രിൻറ്റ് ചെയ്തു. ആൻഡ് ജെൻ്റെ വാല്യൂ 1 എന്ന് പ്രിൻറ്റ് ചെയ്തു. ദെൻ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ബോഡി ഓഫ് ദ ലൂപ്പിന് ശേഷം അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. പ്ലസ് പ്ലസ് ജെ. ജെൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആയി. ജെൻ്റെ വാല്യൂ 2 ആയതിനു ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അഥവാ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇപ്പോഴും കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ വീണ്ടും സി ഔട്ട് സ്ലാഷ് എൻ പുതിയ ലൈനിലോട്ട് വന്നിട്ട് ഐൻ്റെ വാല്യൂ ജെൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഐൻ്റെ വാല്യൂ മാറ്റമൊന്നുമില്ല, 1 തന്നെ. 1 ആൻഡ് ജെൻ്റെ വാല്യൂ 2 ആയിരുന്നു, അത് പ്രിൻറ്റ് ചെയ്തു. വീണ്ടും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്ലസ് പ്ലസ് ജെ വർക്ക് ചെയ്തു. ജെൻ്റെ വാല്യൂ ഇപ്പോൾ 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. വീണ്ടും കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ബോഡി ഓഫ് ദ ലൂപ്പ് സി ഔട്ട് സ്ലാഷ് എൻ ഐ ആൻഡ് ജെ. ഐൻ്റെ വാല്യൂ 1 തന്നെയാണ്. ആൻഡ് ജെൻ്റെ പുതിയ വാല്യൂ 3 എന്ന് പ്രിൻറ്റ് ചെയ്തു. വീണ്ടും പ്ലസ് പ്ലസ് ജെ ചെയ്തു. ജെൻ്റെ വാല്യൂ 4 ആയി. ജെൻ്റെ വാല്യൂ 4 ആവുന്ന കേസിൽ കണ്ടീഷൻ ഫാൾസ് ആയി. അപ്പോൾ എന്ത് ചെയ്യും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല, നേരെ ഈ ഒരു അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വർക്ക് ചെയ്യുക. ഔട്ടർ ലൂപ്പിൻ്റെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തു. പ്ലസ് പ്ലസ് ഐ. ഐൻ്റെ വാല്യൂ 1 ആയിരുന്നു. അതിൻ്റെ വാല്യൂ പ്ലസ് പ്ലസ് ഐ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറി. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. 2 2നേക്കാളും ചെറുതോ ഈക്വലോ ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് വന്നു. വീണ്ടും തുടക്കം മുതലാണ്. ജെൻ്റെ വാല്യൂ 1 ആണ്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് സ്ലാഷ് എൻ ഐ ആൻഡ് ജെ. ജെൻ്റെ പുതിയ വാല്യൂ 1 തന്നെയാണ്, പക്ഷെ ഐൻ്റെ പുതിയ വാല്യൂ 2 ആണ്. 2 ആൻഡ് ജെൻ്റെ വാല്യൂ 1. ബോഡി ഓഫ് ദ ലൂപ്പിന് ശേഷം പ്ലസ് പ്ലസ് ജെ ചെയ്തു. ജെൻ്റെ വാല്യൂ 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. കണ്ടീഷൻ ട്രൂ ആണ്. ബോഡി ഓഫ് ദ ലൂപ്പ് സി ഔട്ട് സ്ലാഷ് എൻ ഐ ആൻഡ് ജെ. 2 ആൻഡ് 2. വീണ്ടും പ്ലസ് പ്ലസ് ജെ ചെയ്തു. ജെൻ്റെ വാല്യൂ 3 ആയി. കണ്ടീഷൻ ട്രൂ ആവുന്നു. ഐ ആൻഡ് ജെ 2 ആൻഡ് 3 എന്ന് പ്രിൻറ്റ് ചെയ്തു. വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പ്ലസ് പ്ലസ് ജെ. ജെൻ്റെ വാല്യൂ 4 ആവുന്നു. കണ്ടീഷൻ ഫാൾസ് ആയി. കണ്ടീഷൻ ഫാൾസ് ആവുമ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു. അതിൻ്റെ വാല്യൂ 2 ആയിരുന്നു. വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെയും കണ്ടീഷൻ ഫാൾസ് ആയി. ഇവിടെ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫാൾസ് ആവുമ്പോൾ 2 ലൂപ്പിൽ നിന്നും പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, അങ്ങനെ ഇവിടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഔട്ട്പുട്ട് 1 ആൻഡ് 1, 1 ആൻഡ് 2, 1 ആൻഡ് 3, 2 ആൻഡ് 1, 2 ആൻഡ് 2, 2 ആൻഡ് 3 എന്നായിരിക്കും.